ബംഗളൂരുവിൽ വൻ ലഹരി വേട്ട എന്ന വാർത്ത വരുന്നുണ്ട്. 6.5 കോടിയിലധികം രൂപയുടെ ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വ്യത്യസ്ത കേസുകളിലായി 8 മലയാളികളും ഒരു വിദേശിയും പിടിയിലായിട്ടുണ്ട്. വിദേശിയിൽ നിന്ന് 1 കിലോ MDMAയും പിടികൂടിയിട്ടുണ്ട്. ശ്രീധരൻ, ഇത് വലിയ രീതിയിലുള്ള വലിയ ലഹരി വേട്ടയാണ്. ഈ പിടിയിലായ മലയാളികൾ ആരൊക്കെയാണെന്ന വിവരങ്ങൾ വരുന്നുണ്ടോ? ഇവർ ഇതിന്റെ ഏജന്റ്സ് ആണോ? വ്യത്യസ്ത കേസുകളിലായാണ് ഇത്രയധികം മലയാളികൾ ഉൾപ്പെടെയുള്ള ഈ ലഹരി ചെയിനുമായി ബന്ധപ്പെട്ട ആളുകൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഒരാൾ ഒരു എഞ്ചിനീയറാണ്. ജിജോ പ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാളുടെ പക്കൽ നിന്ന് 1 കിലോ 50 ഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഇയാൾ നഗരത്തിലെ പ്രധാന ലഹരി വിതരണക്കാരനാണ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. ഇതുകൂടാതെ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 2.5 കിലോ കഞ്ചാവ് കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 25 ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. 12,000 രൂപ വെച്ചാണ് 1 ഗ്രാമിന് വെച്ചാണ് ഇയാൾ ഈ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വിറ്റിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാളുടെ വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഇയാളുടെ പക്കൽ നിന്നും ബോംബസാന്ദ്രയിലെ വീട്ടിൽ നിന്നുമൊക്കെയാണ് ഈ സാധനങ്ങളെല്ലാം ലഹരി വസ്തുക്കളെല്ലാം പിടിച്ചിരുന്നത്. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക്, സാധാരണ നമ്മൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചു, ലഹരി വസ്തുക്കൾ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും ഇയാൾ കേരളത്തിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ ബാംഗ്ലൂരിൽ എത്തിച്ചതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കേസിൽ 8 മലയാളികളെയാണ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 110 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണും ടാബും വാഹനങ്ങളും ഒക്കെ പോലീസ് പിടിച്ചെടുത്തു. ഇതോടൊപ്പം ഏജന്റ് ആയിട്ടുള്ള ഒരു നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനെ കൂടി പോലീസ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 6.77 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുക്കുന്നത്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരു പോലീസ് നടത്തിയിരിക്കുന്നത്.